ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യശുംഷീഹോ ദ ഇൻകാർണേറ്റഡ് സൺ ഓഫ് ഗോഡ് എന്ന ധ്യാനഭക്തിയുടെ 16-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മനുഷ്യാവതാരം ചെയ്തത് എന്തിനാണെന്ന് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 5-ാം വാക്യം പറയുകയാണ്. അവിടെ രോഗികളെ സൗഖ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ വന്നു. അത് ആരൊക്കെയാണ് രോഗികൾ? അന്ധന്മാരുണ്ട്, കാഴ്ചയില്ലാത്തവരുണ്ട്, മുടന്തന്മാരുണ്ട്, കുഷ്ഠരോഗികളുണ്ട്, ബധിരരുണ്ട്, മരിച്ചവരുണ്ട്. ഇവരെല്ലാം സൗഖ്യപ്പെടുത്തുവാൻ, ഇവർക്കെല്ലാം ശുദ്ധി ലഭിക്കുവാൻ, അല്ലെങ്കിൽ ഇവരെല്ലാം അവരുടെ അവസ്ഥയിൽ നിന്ന് വിടുവിക്കുവാൻ, ഏത് രോഗത്തിലാണോ ആ രോഗത്തിൻ്റെ അവസ്ഥയിൽ നിന്നെല്ലാം വിടുവിക്കുവാൻ വേണ്ടി കർത്താവിൻ്റെ മനുഷ്യാവതാരം ഈ ഭൂമിയിൽ ഉണ്ടായി എന്ന് നമുക്ക് വിശ്വസിക്കുവാം. ഞാൻ അതിലേതെങ്കിലും ഒരു കാറ്റഗറിയിൽ പെടുന്ന വ്യക്തിയാണോ, രോഗിയാണോ, ഏതെങ്കിലും രോഗം കൊണ്ട് ഞാൻ വലയുന്ന വ്യക്തിയാണോ? അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ കർത്താവിൻ്റെ ജന്മദിനം അതിന് മുഖാന്തരമായി എനിക്ക് അതിൽ നിന്ന് സൗഖ്യം ലഭിക്കുന്ന ഒരു ക്രിസ്മസ് ആയി മാറുവാൻ കർത്താവിൻ്റെ മനുഷ്യാവതാരം മുഖാന്തരമായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.